ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സർവൈവൽ സീരീസ് ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കെന്നാൽ ഫസ്റ്റ് തന്നെ വുഡ് മൈൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഞാൻ വുഡ് മൈൻ ചെയ്ത് വുഡൻ ടൂൾസൊക്കെ ആക്കാം. എന്നിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീടും പണിയുക, പിന്നെ അയൺ ആർമറാണ് ഫുള്ള്, പിന്നെ അയറൺ ടൂൾസും ആണ്. ഞാനിപ്പോൾ തന്നെ വുഡ് മൊത്തം മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വരുന്നില്ല, ഇതിനെ ഗ്ലിച്ചടിച്ച് ഗൈസ് വന്നില്ല. ഓക്കെ, ഇറങ്ങിയിട്ട് നോക്കട്ടെ. ഇപ്പോൾ വന്ന് തോന്നുന്നു. ഇപ്പോൾ വന്ന്. ഫസ്റ്റ് ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, ഇനി സ്റ്റിക്ക് ഉണ്ടാക്കിയേക്കാം. ഒരു 8 സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് വെച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു വുഡൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാം. ഓക്കെ, കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്തെടുക്കാം. ഞാൻ ആദ്യം നമുക്ക് ടൂൾസ് ഉണ്ടാക്കാനുള്ള സ്റ്റോൺ മൈൻ ചെയ്യാം. മൊത്തം ഇച്ചിരി കൂടി മൈൻ ചെയ്യാം. 6 എണ്ണമായി. 7, 8 ഇച്ചിരി കൂടി മൈൻ ചെയ്യാം. എത്ര മതിയാവും തൽക്കാലത്തേക്ക്. നമുക്ക് പിന്നെ ഒന്ന് മേളിൽ പോയിട്ട് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. ഓക്കെ, മേളിലെത്തി. ഇനി നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ സോഡ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇത്ര ധാരാളം. ഇത് പൊട്ടിച്ചെടുത്തേക്കാം. ഇനി ഞാൻ ഇച്ചിരി വുഡൊക്കെ മൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു വീട് പണിയാം. കുറേ വുഡ് ഞാൻ മൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ വുഡ് മൊത്തം മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 സ്റ്റാക്ക് മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വീടൊക്കെ പണിതിട്ട് കാണാം. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ചെറിയ വീട് പണിതിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന വീടൊക്കെയാണ് പണിതേക്കുന്നത്. എന്നെക്കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിൽ ഞാൻ പണിതെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ പണിത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഇവിടെ വെച്ച് പ്ലെയിൻ സ്പോട്ടിലാണ് ഞാൻ പണിതേക്കുന്നതും. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറി കാണിച്ചു തരാം. എൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെയാണ്. 2 നിലയാണ്. മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ ബെഡ്റൂമാണ്. ഇവിടെയൊക്കെ ഇനി ഡെക്കറേഷനൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണിയും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ മൈനിങ്ങിന് പോകാം. ആ സൈഡിൽ ഞാനൊരു കേവ് കണ്ടായിരുന്നു. വുഡ് മൈൻ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന വഴി. ഇതൊക്കെ നമുക്ക് പൊട്ടിച്ചുകൊണ്ട് പോകാം. അതിന് മുമ്പ് ഒരു മിനിറ്റ്. അലയൊന്നുമില്ല. നമുക്കത് മൈൻ ചെയ്തേക്കാം ആദ്യം തന്നെ. ഇനി നമുക്കിത് മൈൻ ചെയ്തെടുത്തിട്ട് ഇത് വീണ്ടും മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ സൈഡിലത്തെ കേവിലോട്ട് പോയി. ഇപ്പോൾ ഫുഡ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നിൽക്ക് ഒരു മിനിറ്റ്. നമ്മുടെ ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകാം. നേരെ ഒരു മിനിറ്റ് ഇൻവെൻറ്ററി ഒന്ന് ക്ലിയർ ആക്കി ഒരു ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. ഇവിടെ വെക്കാം. ക്രാഫ്റ്റിൻ്റെ 2 ചെസ്റ്റ് ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം തന്നെ ധാരാളം. ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ എല്ലാം വെച്ചേക്കാം. ഇതും വെച്ചേക്കാം. ആരൊക്കെ ഇരുന്നോട്ടെ. സ്റ്റെയർ കേസ് ഇരുന്നോട്ടെ. ഓക്കെ, ഗ്ലാസും സീഡും ഓക്കെ ആപ്പിളിനൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കാം. ആപ്പിൾ കഴിയിരുന്നോട്ടെ. നമുക്ക് ഫുഡ് തീർന്നു പോണേ ആപ്പിളും കഴിക്കാം. ഓക്കെ, സ്റ്റിക്ക് കഴിഞ്ഞിരുന്നോട്ടെ. ഇത്രയൊക്കെ തന്നെ മതിയാവും. ഓക്കെ, നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ചുകൊണ്ട് നേരെ മൈനിങ്ങിന് പോകാം. സൈഡിലത്തെ ഞാൻ കാണിച്ചു തരാം. സൈഡിലാണ് കേവ്. ഇവിടെ എങ്ങാണ്ടായിരുന്ന കേവ്. നോക്കട്ടെ. അത് ഇതാന്ന് തോന്നുന്നു കേവ്. ഇത് തന്നെ ഗൈസ് കേവ്. ഇത് തന്നെ. പിന്നെ നമുക്ക് നേരെ മൈൻ ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി ആരും മൈൻ ചെയ്ത് പോകാം.
ഓക്കെ, നമ്മളിപ്പോൾ 43 അയൺ സ്മെൽറ്റ് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് ആർമർ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാനങ്ങനെ അയൺ ആർമർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് ടൂൾസും കൂടി ഉണ്ടാക്കാം അയറിൻ്റെ. ഒരു മിനിറ്റ്, നമുക്ക് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുവാനായിട്ട് 2 ഉള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഹോ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ പോയി വീറ്റ് നടാം. നിൽക്കുക, ഞാൻ വീറ്റ് എടുക്കാൻ മറന്നുപോയി. സീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ സൈഡിൽ പോയിട്ട് വീറ്റിൻ്റെ കൃഷി അങ്ങ് തുടങ്ങാം. അതായത് നമുക്ക് ഫുഡ് കിട്ടും, ബ്രെഡ് ഉണ്ടാക്കാം നമുക്ക്. ഈ സൈഡിലായിട്ട് നമുക്ക് വീറ്റ് കൃഷി ചെയ്യാം. ഇവിടെയായിട്ട് മൈൻ ചെയ്യാം. ഇവിടെയായിട്ട് ഹോൾ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത്ര മതിയാവും. ചാലം കൂടി ചെയ്തേക്കാം. ഇത് മതി. ഇനി നമുക്ക് ഈ അറ്റമ്പഴി നട്ട് തുടങ്ങാം വീറ്റ്. ഓക്കെ, ഈ അറ്റത്ത് കൂടി ഞാൻ നടുന്നുണ്ട്. ഓക്കെ, വീറ്റ് മൊത്തം തീർന്നു. ഇത് മതി. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോഴേക്ക് നമ്മുടെ അയറിനൊക്കെ സ്മെൽറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ടൂൾസും ഉണ്ടാക്കാം. നോക്കാം ഇപ്പോൾ എത്രണ്ണം സ്മെൽറ്റായിരുന്നു. ഇപ്പോൾ 5 സ്മെൽറ്റായി. നമ്മൾ 2 ഇപ്പോൾ 7 നമുക്കിതും കൊണ്ട് ഒരു ടൂൾസ് ഉണ്ടാക്കിയേക്കാം. ഫസ്റ്റ് തന്നെ പിക്കാക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സോഡും ഉണ്ടാക്കാം. സോഡ് ഉണ്ടാക്കി. നമ്മുടെ അയറും തീർന്നുപോയി. ഓക്കെ, സ്റ്റിക്കും തീർന്നുപോയി. സ്റ്റിക്കും ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ആക്സും ഉണ്ടാക്കാം. ബാക്കി ഒരയറിനുണ്ടാകും കൂടി ശവലും കൂടി ഉണ്ടാക്കിയേക്കാം. ശവലും ഉണ്ടാക്കിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വെക്കാം. ഇനി ഞാൻ ഈ ഇവിടത്തേക്കൊന്ന് മാറ്റിയിട്ട് ഇതാക്കാം, വുഡാക്കിയിട്ട് കാണാം. ഓക്കെ, ഞാൻ ഇവിടെയൊക്കെ വുഡാക്കിയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അയൺ ആർമറുമായി എല്ലാം ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ ഗൈസ്.